കുരുമുളകിട്ട ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇടുന്നത്. അത് നന്നായി ചെറുതായി അരിഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് വാടി വരത്തുള്ളൂ. അതിന് ശേഷം വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ആ ആവിയിലിരുന്ന് തന്നെ ആ ഉള്ളിയെല്ലാം ഒന്ന് നല്ലവണ്ണം സോഫ്റ്റായിട്ട് വാടി വരണം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിലേക്ക് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും 3 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഞണ്ടാണ് ഇടേണ്ടത്. ഞണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല ഞണ്ടിലേക്കൊക്കെ ഒന്ന് നന്നായി പിടിക്കണം. അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, കാരണം ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഞണ്ടിൽ പിടിച്ചിട്ടുണ്ട്. ഞണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇനി ഞണ്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.